മണ്ണും ജലവും വായുവും കുളവും പുഴയും അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ ജനങ്ങളുടേതാണെന്നും സർക്കാർ ട്രസ്റ്റ് മാത്രമാണെന്നും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാൻ അധികാരമില്ലെന്നും ജനാധികാര ജനകീയ മുന്നേറ്റം സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് അഭിപ്രായപ്പെട്ടു. മണ്ണും ജലവും വായുവും കുളവും പുഴയും അടക്കമുള്ള പ്രകൃതി വിഭവങ്ങൾ ജനങ്ങളുടേതാണെന്നും സർക്കാർ ട്രസ്റ്റ് മാത്രമാണെന്നും കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കാൻ അധികാരമില്ലെന്നും ജനാധികാര ജനകീയ മുന്നേറ്റം സംസ്ഥാന ചീഫ് കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് അഭിപ്രായപ്പെട്ടു. ഓർഗനൈസ് ചെയ്യുന്നതിനുള്ള ചുമതലയെടുത്തും അതിന് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കിയുമാണ് ആ പഠന ക്യാമ്പ് അവസാനിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ശ്രീ അശോക് മുൻകൈയെടുത്ത് പാലക്കാട് ഒരു പഠന പരിപാടി വെച്ചിരുന്നു. അതിനുശേഷം ശ്രീനിവാസൻ മുൻകൈയെടുത്ത് അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ ഒരു പഠന പരിപാടി സംഘടിപ്പിച്ചിരുന്നു. ആ നിലയ്ക്കാണ് ഞാൻ സൂചിപ്പിച്ചത് ഇത് ഇത്തരത്തിലുള്ള മൂന്നാമത്തെ പഠന പരിപാടിയാണ് എന്ന്. ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു കാര്യം പ്രത്യേകമായി ആമുഖമായി കൊണ്ടുവരികയാണ്. ഇപ്പോ കേരളത്തിൽ ജനാധികാര ജനമുന്നേറ്റം എന്ന പേരിൽ ഒരു മൂവ്മെന്റ് രൂപപ്പെട്ടിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതി വിഭവങ്ങളുടെ മേലുള്ള ജനങ്ങളുടെ അധികാരവും പഞ്ചായത്തി രാജ് നിയമവും എന്ന വിഷയത്തിൽ പഠന ക്ലാസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എലപ്പുള്ളി ബ്രൂവറി വിരുദ്ധ സമര ഐക്യദാർഢ്യ സമിതി സംസ്ഥാന ചെയർമാൻ അഡ്വക്കേറ്റ് PA പൗരൻ മോഡറേറ്ററായ പഠന ക്ലാസ്സിൽ രാമശ്ശേരി ഗാന്ധി ആശ്രമം ട്രസ്റ്റി പുതുശ്ശേരി ശ്രീനിവാസൻ വിഷയാവതരണം നടത്തി. സജീഷ് കുത്തനൂർ, മായൻ കാട്ടാശ്ശേരി, പാണ്ടിയോട് പ്രഭാകരൻ, ആറുമുഖൻ പത്തിച്ചിറ, രഘു മാത്തൂർ, അശോക് KC, ഉണ്ണികൃഷ്ണൻ PP, അനുപമ R, TR ബാലസുബ്രഹ്മണ്യൻ, ജയശ്രീ രവി, A ഗോപിനാഥൻ, ശിവദാസൻ R, K മായാണ്ടി എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. UTV ന്യൂസ്, പാലക്കാട്.